വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് കൂടി ചേരുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, നമസ്കാരം. ഈ ഇടത് വലത് മുന്നണികൾ ചേർന്ന് പൂട്ടിയ അക്കൗണ്ടാണ് നേമത്തെ BJP-യുടേത്. അത് സംസ്ഥാന പ്രസിഡന്റ്, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെ ഉപയോഗിച്ച് ഇറക്കിക്കൊണ്ട് തിരികെ പിടിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? എത്രത്തോളം ആത്മവിശ്വാസം BJP-ക്ക് ഇക്കാര്യത്തിൽ വേണം? ഈ ഇരു മുന്നണികളുടെയും പ്രധാനപ്പെട്ട അജണ്ട എന്താണ് എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായല്ലോ. അതായത് തങ്ങൾക്ക് ജയിക്കുക എന്നുള്ളതിനെക്കാട്ട് കൂടുതൽ BJP-യെ തോൽപ്പിക്കുക, BJP-ക്ക് ശക്തിയുള്ള ഒരു സ്ഥലത്ത് BJP-യെ അതായത് BJP-ക്ക് ശക്തിയുള്ള ഒരു സ്ഥലം വരുമ്പോൾ, കുറച്ചെങ്കിലും വോട്ട് കിട്ടുന്ന ഒരു സ്ഥലം വരുമ്പോൾ ഇവർ എല്ലാം മറന്ന് ഒന്നാകുന്ന കാഴ്ച നമ്മൾ പല പ്രാവശ്യം കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അത് മഞ്ചേശ്വരത്ത് കണ്ടിട്ടുണ്ട്, നേമത്ത് കണ്ടിട്ടുണ്ട്, അങ്ങനെ മറ്റ് വട്ടിയൂർക്കാവിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ അതൊന്ന് തുറന്നു കാണിക്കുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ടത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിയമം കാലങ്ങളായി BJP-ക്ക് ശക്തിയുള്ളൊരു മണ്ഡലമാണ്. വളരെ 2021 BJP-ക്ക് കുറച്ചൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ടും കൂടി ആയിരിക്കണം 2021 പരാജയപ്പെടാനുണ്ടായ ഒരു കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ആ പാഠം ഉൾക്കൊണ്ട് വേണ്ട രീതിയിലുള്ള കറക്ഷൻസ് ഒക്കെ നടത്തി മുമ്പോട്ട് പോയാൽ അവിടെ BJP-ക്ക് വീണ്ടും ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കാര്യം അവിടെ BJP-യുടെ അടിത്തറ വളരെ ശക്തമാണ്, BJP-യുടെ ബേസ് വോട്ടുകളും ശക്തമാണ്. ഇനി ഇരുവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ എങ്ങനെയൊക്കെ നിന്നാൽ പോലും അതിനെ മറികടക്കാൻ വേണ്ട കരുത്തും ആത്മവിശ്വാസവും. പക്ഷേ ഈ സാഹചര്യത്തിൽ തന്നെയല്ലേ കഴിഞ്ഞ തവണ വി ശിവൻകുട്ടി അവിടെ ജയിച്ചത്? അപ്പോൾ ഈ വോട്ടുകൾ എവിടെ പോയിരുന്നു എന്നുള്ള ചോദ്യമില്ലേ? അല്ല, ഉണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെ BJP-ക്ക് ഇത്തിരി ആത്മവിശ്വാസം, കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം ഒരു പ്രാവശ്യം വിജയിച്ചു, 2016 വിജയിച്ചു. അത് ഇനിയും എന്നേക്കും ആ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന ഒരു ഓവർ കോൺഫിഡൻസ് BJP അവിടുത്തെ സംഘടനയ്ക്കും അവിടുത്തെ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. എന്നാൽ മറുപക്ഷം വളരെ ശക്തമായി ഉണർന്നു പ്രവർത്തിച്ചു. എങ്ങനെയും ഇത് പൂട്ടിച്ചേ പറ്റുള്ളൂ. ആ ഒരു സംഭവം, യഥാർത്ഥ വെല്ലുവിളി വേണ്ടത്ര ഗൗരവത്തോടെ തിരിച്ചറിയാൻ BJP-ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇത്തവണ അതല്ല അവസ്ഥ. അതിൽ നിന്ന് ആ പരാജയത്തിൽ ഇവരൊക്കെ പറയും BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചേ എന്ന് പറയുന്ന കേട്ടതൊന്നുമല്ല. BJP-ക്ക് അവിടെ ഒരൊറ്റ വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്ന്. ഈ 2021 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ലോകാവസാനമാണല്ലോ ഇവരുടെയൊക്കെ വിചാരം. കാലം ഇനിയും മുമ്പോട്ട് പോകുന്നേ, തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും. അത് അക്കാര്യത്തില് തോറ്റു ജയിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഘടനയാണ് BJP-യെ പോലെ തോറ്റവർ വേറെ ആരെങ്കിലും ഉണ്ട്? ഇങ്ങനെ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിൽ നിന്ന് ആ ഒരു വളരെ ആ തോൽവികളുടെയും തിരിച്ചടികളുടെയും തീച്ചുളകളിൽ കൂടെ തന്നെ കടന്നു വന്നാണ് BJP ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2026 സ്ഥിതി വ്യത്യസ്തമാക്കാനുള്ള എല്ലാ ആയുധങ്ങളും ഇപ്പൊ BJP-ക്കുണ്ട്, ആ കരുത്തും BJP-ക്കുണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെ നിൽക്കട്ടെ. രണ്ടുപേരും കൂടെ ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. ശരി, വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ്, ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. എന്തായാലും നിയമം എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നിർണായക സ്വാധീന ശക്തിയായി, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായി മൂന്ന് മുന്നണികളും ഒരേപോലെ നോക്കിക്കാണുന്ന മണ്ഡലമാണ്. എന്തായാലും കാലേ കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ BJP ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് പൂട്ടിപ്പോയ തങ്ങളുടെ അക്കൗണ്ട് തുറക്കാനുള്ള വലിയ പരിശ്രമം ഇതിനോടകം തന്നെ BJP ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറുതന്ത്രം മറ്റ് രണ്ട് മുന്നണികളും ഇതിനോടകം തന്നെ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. നമുക്ക്